നമ്മൾ ഒരു ഒരു ബ്രാൻഡിങ് എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴാണല്ലോ അവർക്ക് പ്രീമിയം ചാർജ് ചെയ്യാൻ പറ്റുക. നമ്മുടെ ഒരു എന്റർപ്രണർ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു സാധാ ഒരു സെൽഫോൺ ഇറക്കുകയാണെങ്കിലും ആപ്പിളിന്റെ ഒരു ഫോണാണെങ്കിലും ആപ്പിളിന്റെ ഫോണിന് അവർ പ്രീമിയം ചാർജ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു റെഗുലർ പ്രൊഡക്റ്റിന് ഒരു എന്റർപ്രണറിന് എങ്ങനെ അത് പ്രീമിയം ആയിട്ട് കൊണ്ടുവരാൻ പറ്റും? നമുക്ക് പ്രീമിയം ഡെഫിനറ്റ്ലി നമുക്കറിയാം ഹയർ പ്രൈസ് ആണ്. എന്നാലല്ലോ ഒരു സ്റ്റാർട്ടപ്പിന് പ്രോഫിറ്റ് മാർജിൻസ് കൂടിയാലല്ലേ ഉള്ളൂ അവർക്ക് സ്കെയിലപ്പിന് എളുപ്പമാവാ. മറ്റേത് ഒരു 20% പ്രോഫിറ്റ് മാർജിനിൽ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് കഴിഞ്ഞാൽ 5% എങ്ങനെ ഒരു ബിസിനസ് റൺ ചെയ്യാനാ? നമുക്ക് അങ്ങനെ പറയാൻ കഴിയത്തില്ല. കാരണം ഞങ്ങളുടെ നാട്ടിലൊരു റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റിൽ നമുക്ക് അത്യാവശ്യം ഉടുപ്പി സ്റ്റൈലിലുള്ള ഫുഡാണ് കൊടുക്കുന്നത്. അവർക്ക് ഒരു മസാല ദോശ, ഉടുപ്പി സ്റ്റൈൽ മസാല ദോശ 25 രൂപ 30 രൂപയ്ക്കാണ് ചാർജ്. ഒരു കാപ്പിക്ക് 10 രൂപ. വളരെ മിനിമൽ കോസ്റ്റ് ആണ്, നല്ല ആംബിയൻസ് ആണ്, നല്ല സെയിൽസും അവിടെ ഉണ്ട്. ഇന്ന് അവർ ഫ്രാഞ്ചൈസി കൊടുത്തു. അവരിന്ന് തമിഴ്നാട്ടിൽ പുതിയൊരെണ്ണം ഓപ്പൺ ചെയ്തു. ഇനി അവർ പല സ്ഥലങ്ങളിൽ ഓപ്പൺ ചെയ്യുന്നത് അവർ സ്കെയിലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പ്രീമിയം ബ്രാൻഡ് ആയിക്കഴിഞ്ഞാൽ സ്കെയിലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് കൂട്ടിക്കൊണ്ട് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് കഴിയും. നമുക്കിപ്പോ KFC-ലാണെങ്കിലും മെക്ഡൊണാൾഡ്സിലാണെന്നുണ്ടെങ്കിലും അധികം റേറ്റ് ഒന്നും ഒരു പ്രീമിയം കോസ്റ്റ് ഒന്നും അല്ല അവര് ചാർജ് ചെയ്യുന്നത്. അഫോർഡബിൾ. ഇവൻ സാധാരണക്കാരും പോകുന്നത്. പക്ഷെ അവർ ഓൾറെഡി വളർന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് കഴിയത്തില്ല. ഡിപ്പെൻസ്, അത് ബിസിനസ്സിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഒന്നില്ലെങ്കിൽ അത് ഒരു പ്രീമിയം, കാരണം നമുക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരിക്കലും ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ഇറക്കാനായിട്ട് കഴിയത്തില്ല. പ്രീമിയം വന്നത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്താണ്. ആൾക്കാർക്കിടയിൽ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള ഒരു ട്രസ്റ്റ് വന്നു. ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഹയർ പ്രൈസിൽ മറ്റൊരു പ്രോഡക്റ്റ് ഇറക്കാനായിട്ട് കഴിയുന്നുള്ളൂ. അത് ഗ്രാജുവലി സംഭവിക്കേണ്ടതാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിന് പറഞ്ഞല്ലോ, റെസ്റ്റോറൻറ്റിന് 2 രീതിയിൽ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. ഒന്ന് ഫ്രാഞ്ചൈസി കൊടുത്തിട്ട്, അല്ലെങ്കിൽ കമ്പനി ഓണർ തന്നെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഇടല്. ഇതിൽ ഏതാണ് ബെറ്റർ ആയിട്ട് ചെയ്യേണ്ടത്? രണ്ടാമത്തെ സൂട്ടബിൾ. അതെ അതെ, സൂട്ടബിൾ ആയിട്ട് പറഞ്ഞോളൂ. അതെ, കമ്പനി ഓണർ തന്നെ അത് റൺ ചെയ്യാന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹെക്ടിക് ആയിരിക്കും. കാരണം എല്ലാ കാര്യങ്ങളും അവർ നോക്കേണ്ടതായിട്ട് വരും. അവിടെ മാനേജറിനെ വെച്ച് നോക്കണം. മാത്രമല്ല ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം ഹ്യൂജ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫ്രാഞ്ചൈസി തന്നെയാണ്, ഒരു ഫ്രാഞ്ചൈസി മോഡൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ആദ്യം പക്ഷെ ഈ പ്രശ്നം ഇതാണ്, ഇന്നത്തെ പല ചെറിയ റെസ്റ്റോറൻറ്റ്സ് കഫേസും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അവർ പ്ലാൻ ചെയ്യും ഇത് ഫ്രാഞ്ചൈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് 1 മാസം കഴിഞ്ഞ് ഫ്രാഞ്ചൈസി കൊടുക്കാൻ തുടങ്ങാം. നമ്മൾ എന്തിനാണ് ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്നത്? ഇപ്പോൾ നമ്മള് ഒട്ടും അറിയാത്തൊരു ബ്രാഞ്ചിന്റെ ഫ്രാഞ്ചൈസി നമ്മൾ ഓപ്പൺ ചെയ്തു, നമ്മൾ ഫ്രാഞ്ചൈസി എടുത്തു എന്നുണ്ടെങ്കിൽ ഒറ്റ മനുഷ്യൻ അവിടെ കയറത്തില്ല. കാരണം ഇതൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല. നേരെ വെച്ച് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ബ്രാൻഡ് നെയിം ഇറക്കിക്കൂടെ? ഇവന്റെ ഫ്രാഞ്ചൈസി ഇവന്റെ പേരിൽ നമ്മൾ ഇറക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പം അത്യാവശ്യം ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ടുള്ള ഒരു ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഫ്രാഞ്ചൈസി ആയിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു സിസ്റ്റം ഉള്ള ഒരു ബ്രാൻഡ്, അല്ലെങ്കിൽ വളരെ ഒരു എക്സ്പേർട്ട് നോളേജ് ഉള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയിട്ട് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഫ്രാഞ്ചൈസി കൊടുക്കാം. അല്ലാതെ ഇന്നലെ വന്നിട്ടുള്ള ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സിനെ നമുക്ക് ഒരിക്കലും ഫ്രാഞ്ചൈസി കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവത്തില്ല. പക്ഷെ ഫ്രാഞ്ചൈസി നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി നല്ലപോലെ റൺ ചെയ്യുന്ന ഒരു ഹോട്ടലാണ് അല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് ആണ്, അതിന് ഫ്രാഞ്ചൈസി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആള് പ്രോപ്പറായിട്ട് ഇതേ റെസ്റ്റോറൻറ്റിൻ്റെ ക്ലീനിനെസ്സും ക്വാളിറ്റിയിലും കാര്യങ്ങൾ ചെയ്തോളണം എന്നുള്ള നിർബന്ധമില്ലല്ലോ. അതിന് പ്രോപ്പർ ഫ്രാഞ്ചൈസി എഗ്രിമെന്റ് വെക്കുന്നത്. കാരണം ആ ഫ്രാഞ്ചൈസി എഗ്രിമെന്റിനകത്ത് കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ഇത്ര സ്ക്വയർ ഫീറ്റിലുള്ള റൂം ആയിരിക്കണം, അവിടുത്തെ ഓപ്പറേഷൻസ് ഈ രീതിയിലൊക്കെയാണ് ചെയ്യേണ്ടത്, സ്റ്റാഫിന് ഉള്ള ഡ്രസ്സിങ് എങ്ങനെയൊക്കെ ആയിരിക്കണം, അവരുടെ ട്രെയിനിങ് ഇപ്പോഴൊക്കെ അതൊക്കെ ഇവരൊക്കെയും കൊടുക്കുന്നത്, ഈ ഫ്രാഞ്ചൈസിയിലേക്കും കൊടുക്കുന്നത് ട്രെയിനിങ് എങ്ങനെയായിരിക്കണം. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷൻ അവിടെ ഉണ്ടാവും. ഫ്രാഞ്ചൈസി ഫീസ് വാങ്ങിക്കൊണ്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്തേ പറ്റൂ. സെയിൽസിന് ഇത്ര പെർസെന്റേജ് ഈ പറയുന്ന ഫ്രാഞ്ചൈസിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം അത് ഈ പറയുന്ന ഫ്രാഞ്ചൈസി എഗ്രിമെന്റിനകത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കിയത് തന്നെ നമുക്ക് വലിയൊരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് കഴിയും.